വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു PRX ലെജൻഡ് ഗൈസ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഈ ചാനലിലാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫ്രീ ഫയറിൻ്റെ ഒരു വീഡിയോ ഇടുന്നത് ഗൈസ്. അപ്പോൾ ഫ്രീ ഫയറിനകത്ത് ഇന്ന് വേണ്ട നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാച്ച്. ബർമോടൊക്കെ ഒന്ന് മാച്ച് ചെയ്യാൻ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് സ്പീക്ക് വന്നല്ലോ എവിടെ CSPക്ക് വന്നിട്ടില്ല. എങ്ങനെ ടൈം കാണിച്ചാൽ തോന്നുന്നു. നമുക്ക് നോർമൽ CS കളിച്ച് നോക്കാം. അതിനകത്ത് ബോയ് അടിക്കുമോ, നമുക്ക് ബോയ് അടിച്ചാലും ബോയ് അടിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് കളിക്കാം. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രിപ്പിൾ ഷറിങ്കനാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കളി ട്രിപ്പിൾ ഷറിങ്കൻ എടുക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഇറങ്ങി ഓടി. മൂവ്മെൻറ്റ് സ്പീഡാണ്. അപ്പോൾ നാലോക്കെന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ക്യാരക്ടറാണ്. അതുകൊണ്ട് ഇത് പേരാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. അവന്മാരൊക്കെ പോയി ഓടിത്തെ മേടിക്കുക. നമുക്ക് ബാക്കി നിൽക്കാം. എവിടുന്നടി മുമ്പിൽ ബാക്കി ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. വേണ്ട, റിപ്പോർട്ട് അടി. അപ്പം ഫേക്ക് റിപ്പോർട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കും ഗൈസ്. എളുപ്പം വന്ന് റിവൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടീംമേറ്റ് വന്ന് റിവൈവ് ചെയ്തിട്ടുണ്ട്. നീ എനിമിയെ കൈ കിട്ടിയെടുത്ത് പഠിക്കും. ഇങ്ങോട്ട് ഉറപ്പനെ അടിച്ചിരിക്കും. എനിമി എന്തോ രണ്ട് എനിമിയേ ഉള്ളു. ഒരുത്തൻ നോക്ക് ഡൗൺ ആയത് ഫിനിഷ് ആയിട്ടില്ല. രണ്ടുപേരും നോക്ക് ഡൗൺ ആയി. ഇപ്പോൾ ലാസ്റ്റ് എനിമി മാത്രം ബാക്കിയുള്ളൂ. നമ്മുടെ ഒരു ടീംമേറ്റിനെ ഒരുത്തൻ കൊന്നിട്ടുണ്ട്. നമ്മൾ അവനെ തീർക്കാൻ പോവാണ്. അതുകൊണ്ട് അവിടെ ഉണ്ട്, എൻ്റെ തല കാണുന്നുണ്ട്. ഇടയ്ക്ക് ഒരുത്തൻ ഷോട്ട് ഇട്ടടിച്ചാണ്. നമുക്ക് ഇങ്ങോട്ടിടാം. അലോക്കാണ് ഇപ്പോൾ MVP ആയിട്ടുള്ളത്. അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാളി എന്തായാലും MVP അടിക്കാൻ പറ്റുമോ അറിയത്തില്ല. നമ്മൾ ഡെഡ് ആകാതെ കളിക്കാൻ കഴിച്ചു. ഒരു പോലും ഡെഡ് ആകാതെ നമ്മൾ കളിക്കാൻ കഴിച്ചു. ചിലപ്പോൾ ഡെഡാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഡെഡ് ആകാതെ കളിക്കാൻ പറ്റും. അപ്പോൾ കഴിച്ച് നമ്മൾ കണ്ട മറ്റേ സ്പോൺ ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അലോക്കിൻ്റെ കൂടെ പോകാം കഴിച്ച്. ഒറ്റയായിട്ട് കളിക്കുന്നുണ്ടല്ലോ കേസ്. അതുകൊണ്ട് എനിമി റേസ് വെടി വെച്ചിട്ടേക്കാം. അവനകത്ത് കയറി. അലോക്കാൻ അടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോയി നോക്കുന്നത്. അവിടെ എനിമേൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എനിമയുണ്ട്. എനിമയൊന്നും കാണുന്നില്ല. അയാൾക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്, എന്തോന്നറിയത്തില്ല. ഉണ്ട്, അവിടെ എനിമയുണ്ട്. ഇവൻ്റെ അവിടെ ആയിക്കോട്ടെ. നമ്മൾ ആദ്യം പേടിക്കും. എനിക്ക് ഇവൻ ചിലപ്പോൾ അടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അടിച്ച് കൈസ്. നമ്മളവിടെ ചെല്ലുമ്പോൾ തച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു കൈസ്. വെറുതെ നമ്മളവിടെ ഓടി. വേണ്ട, ഇവിടെ കൂൾ ഡൗൺ ആക്കാൻ നമുക്ക് ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യം അപ്പം ഡബിൾ MP5 ആയിക്കിട്ടുണ്ട്. ലെവൽ 2 MP5 ആണ് കിടക്കുന്നത്. പിന്നെ മറ്റേ പേരറിയത്തില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കളി ഡെഡ് ആയിട്ടില്ല. നമുക്ക് 2 പോയിന്റ് ഉണ്ട്. അവർക്കാണെങ്കിൽ 0 പോയിന്റ് ഉള്ളൂ. അവർ കമ്പാക്ക് അടിച്ച് കയറുമെന്നും അറിയത്തില്ല. കമ്പാക്ക് അടിച്ച് കയറിയാലും നമ്മൾ നോക്കാം. നമുക്ക് കമ്പാക്കടിച്ച് കയറിയാലും ചെയ്യുന്നില്ല. ലാസ്റ്റ് റൗണ്ട് വരാനാണെങ്കിൽ നമ്മളെ എടുത്ത് സിമ്പിളായിട്ട് വെറുതെ ഇത് ആമോ വേസ്റ്റ് ആക്കി. എന്തുവാ 2 ഉള്ളല്ലോ. എന്തുവാ പറ. മരിക്കുന്നു. 2 ഉള്ളു. 2 വെച്ചിട്ട് എന്താ കാണിക്കാനാണ്. പറയത്തുമില്ല.
അപ്പോൾ അവന്മാരും എല്ലാം ഒന്ന് അടിക്കാം. അവരൊന്നുമേ ഇനി പേടിക്കാം. ഗ്ലൂ വാള് കൊണ്ടിട്ടേക്കുന്നു. ഏതോ ഒരുത്തൻ ഗ്ലൂ വാള് കൊണ്ടിട്ടേക്കുന്നു. ഇതിൻ്റെ മേളിൽ കയറി നോക്കാം. ചിലപ്പോൾ എൻ്റെ മേളിൽ കാണുമെങ്കിൽ ഒരു തട്സുവേ ഉണ്ടായിരുന്നു, എൻ്റെ മേളിൽ എല്ലാം കാണും. അതുകൊണ്ട് അടക്കുന്നു. ചുമ്മാ ഇവനായിരുന്നു ഇത് അവിടെ അടിച്ചുകൊണ്ടിരുന്നത്. കുറേ നേരമായിട്ട് വെളിയിൽ കിട്ടുന്നു. അവിടെ അലോക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് മേളിൽ കയറി നോക്കാം. നമുക്ക് ഒരുക്കില്ലെങ്കിൽ ഒരുത്തനെങ്കിലും അടിക്കാൻ പറ്റും ഈ മാച്ചിനകത്ത്. നമുക്ക് മേളിലോട്ട് കയറാം. അലോക്ക് എന്ത് ചെയ്യും? അലോക്ക് താഴെ ചട്ടോണ്ടാ വരുന്നത്. ഹെഡ് അടിച്ച് പൊളിച്ചിട്ടുണ്ട് അവൻ്റെ. നമ്മളങ്ങ് താഴെ അടിച്ചങ്ങ് പൊളിച്ച് ഗൈസ്. അതുകൊണ്ട് അലോക്കാണ് പിന്നെ MVP ആയിട്ടുള്ള ഗൈസ്. നമ്മുടെ റൗണ്ട് 4th ആണ്. ഇതിനകത്ത് റൗണ്ട് 3 റൗണ്ട് 4th ആണ്. റൗണ്ട് 4 അല്ല ഗൈസ്, റൗണ്ട് 4 ആയപ്പോൾ നമുക്ക് 3 പോയിൻറ്റ്സേ ഉള്ളൂ. മറ്റവർക്ക് 0 പോയിൻറ്റ്സ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളിനി സേഫ് പ്ലേ ആണ് ഗൈസ്. നമ്മൾ ആദ്യം പോയി ആവുന്നില്ല. അലോക്ക് എന്ത് ചെയ്യും? അലോക്ക് മുമ്പോട്ട് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് സാൻഡ് മറ്റേ ഇതിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തു. ഫ്ലവറിൻ്റെ ഇതുപോലെ സാൻഡിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് Takedown. Think you can take me? You can't. ലോബിയിലോട്ടൊന്ന് പോയിട്ട് അലോക്കിൻ്റെ കൂടെ ഇതിനകത്ത് എന്തായാലും നമ്മൾ MVP അടിച്ചതേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എളുപ്പം റഷ് ചെയ്യാം. ബട്ട് അലോക്കിൻ്റെ കൂടെ റഷ് ചെയ്യാം. ത്രോ ചെയ്യുകയാണ്. എന്നെ കാണിക്കുന്നുണ്ട് എമ്മയുടെ ഇതുപോലത്തെ അതിന് ചാടി ഫസ്റ്റ് ഡബിൾ എല്ലാം എടുക്കുന്നത് കാണിച്ച് കാണിച്ച് ഫസ്റ്റ് ആണെന്ന് അലോക്ക് MVP ആയിരുന്നു. ആറിയായിരുന്നു. എങ്ങനെയാണ് ഡബിൾ അതുപോലെ ഈ കട്ടാൻ എവിടെ നിന്ന് കിട്ടുക? നമുക്ക് റിമോട്ടിട്ട് കട്ടാൻ എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. മുമ്പോട്ട് പോകണ്ട, മുമ്പിൽ പോകണ്ട, അങ്ങോട്ട് പോലെ ബാക്കിൽ
അല്ലെ മെഡിക്കൽ അടിച്ചോ കയറി റഷ്യ ഇവിടെ എന്ത് ഒന്നും കണ്ടില്ല രണ്ടേ Good job. That's what happens when you meet the business end of my fist. Need equipment. കേസ് അടിക്കണമെങ്കിൽ MVP അടിച്ചാൽ മതി കട്ടാന താഴെടുന്നില്ല കേസ് ഫസ്റ്റ് നേരെ എന്നെ കണ്ട നേരെ ചാടിക്കാന്ന് അപ്പോൾ അവിടെ എന്നെ കാണിച്ചിട്ടുണ്ട് സേഫ് പ്ലേ ആയിട്ട് സേഫ് പ്ലേ ബെറ്റാകാതെ ലാസ്റ്റ് ഗ്ലൂവായിട്ട് നല്ല ഗ്ലൂവായിട്ട് ചലഞ്ഞുകൊണ്ടാണ് നമുക്ക് റഷ് ചെയ്യാം ഇവിടെ റഷ് ചെയ്യണം Double takedown. അടിച്ച് നമുക്ക് Triple takedown. നമുക്കത് ഫിനിഷ് ചെയ്യാൻ നമുക്കിവിടെ എങ്ങനെയുണ്ട് നോക്കാം ട്രിപ്പിൾ ടേക്ക് ഡൗൺ അടിച്ചിട്ടുള്ള നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് That's what happens when you meet the business end of my fist. Resources here. Thanks. First two. Help me. Help me. Thanks. Help me. Double takedown. MP5 തന്നെ വേണം UMP വെച്ചടിച്ച് Double takedown. ഫിഫ്ത്ത് റൗണ്ട് കമ്പാക്ക് അടിക്കുമോ എന്നൊരു സംശയമുണ്ട് പോയായിരുന്നു പിന്നെ അലോക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് പോകാം ഗൈസ് ഈ കളി നമുക്ക് MVP അടിക്കാൻ പറ്റുമോ നോക്കാം നമ്മൾ ഈ മറ്റേ കളി ഡിഫീറ്റ് ആയിരുന്നു ഈ കളി എന്തായാലും MVP അടിച്ചേ എടുത്തുള്ളൂ അലോക്കും ബിബിയുടെ ക്യാരക്ടറിൻ്റെ കളിയാണ് ഇട്ടേക്കുന്നത് പിന്നെ സീനില്ല പുഷ്പൻ്റെ എന്താ കളികളാണ് ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ട് നമുക്കിനി അടിക്കാൻ കയറിയിട്ട് അടിവോയിസ്കർ 10 അലോക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലേ ഈ കളി ഉണ്ടാകാമെന്നൊരു സംശയം കേസ് കളി ഉണ്ടാകാതെ പോയി അടിക്കും പോയി അടിക്കത്തില്ല കളി ജയിച്ചാൽ പോയി അടിക്കും കയറാൻ ഇറങ്ങി ഇപ്പം നമ്മൾ വരുന്നത്
സ്റ്റാറ്റ്സ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അവന് നമ്മുടെ നന്ദി ഇപ്പം എത്രാമത്തെ ബൂയ സ്ത്രീക്കാണ്. അലോക്കൊന്ന് എത്രയോ എടുക്കുന്ന MVP ആയിട്ടാണ്. 6 ബൂയ സ്ത്രീക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കളിയുടെ കളിക്കാൻ ലോക്കിൻ്റെ കൂടെ പിന്നെ നമുക്ക് കളി തോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ നമ്മളവിടെ നന്നായിട്ട് കളിക്കുന്ന ഒരു കോർഡിനേറ്റർ ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ തോക്കാൻ ചാൻസ്. അല്ലെങ്കിൽ നമുക്ക് കംബാക്ക് അടിക്കാം. അതിലാണ് നമുക്ക് നന്നായിട്ട് കളിക്കാം. കംബാക്ക് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഇരിക്കാം. നമ്പി ആരോ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ടാണ് പോകുന്നുണ്ട് സൈഡിലൂടെ. അതുകൊണ്ട് വരുമോന്ന് അറിയത്തില്ല. ഞാൻ അടിച്ചിട്ട് ഗൈസ് നമുക്ക് എടുക്കുന്നുണ്ട്. 24 24 മുമ്പിലിട്ടാണ്ടിരിക്കുന്നത്. ഒന്നേ 1-0യിലാണ് നിൽക്കുന്നത് നമ്മൾ. നമുക്ക് മേളിൽ കയറിയിട്ട് അടിക്കാം. One opportunity closes a door. You can just നമുക്ക് 3 റൗണ്ട് എന്തെങ്കിലും അല്ല ഒരു കാര്യം നമുക്ക് 3 റൗണ്ട് വിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റൗണ്ട് തൊട്ട് കളിക്കാം. പോയവൻ ഇവിടെ പോയി. അടിച്ചു. നമുക്ക് എന്താ നമ്മളെ ജയിക്കുന്ന ഉറപ്പായില്ല. 3-2 സിറ്റുവേഷൻ. പ്രീവിയസ് സിറ്റുവേഷനാണ്. ഓക്കെ. അതുകൊണ്ട് മറ്റേ ഒരു സ്പൈഡർ ഇടുന്ന കാര്യമായിട്ടുണ്ടോ? എൻ്റെ സ്പൈഡർ ഈ കളി മൂന്നാവണമെന്ന് വിട്ടുകൊടുക്കുന്നുണ്ട്. ഈ കളി ജയിക്കും ഉറപ്പാ. അതിൻ്റെ പുറകിലോട്ടാണ് ആയിട്ടുള്ളത്. അങ്ങ് ഓടിയേ. അവനവിടെ പോയി ഇരിക്കുമെന്ന് അറിയത്തില്ല. എനിമി ഉണ്ടെങ്കിൽ ആ വീട്ടിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇരിക്കുന്ന സെയ്ത്തൊക്കെ എടുക്കും. ഇപ്പോൾ കാര്യം പൊട്ടാണ്. സെയ്ത്തൊക്കെ കാര്യമായിട്ട് എടുക്കുന്നു. അഹല്ലാണ് സെയ്ത്ത് മുടിച്ചുകൊണ്ട് പോയി അടിക്കുന്നത്. ഏസ് അടിച്ചു. ഏസ് നല്ല സൗണ്ട് വന്നിരുന്നു. ഏസ് അടിച്ചു. എല്ലാത്തിനെ കൊന്നവനാണ്. One opportunity closes a door. You can just bust that door back open. കൊടുത്താൽ മതിയല്ലോ. B5 3 എടുത്തിട്ടുണ്ട്. B5 3 എടുത്തിട്ടാണ് 3 എടുത്തിട്ട്.
ആ ടൂം സൗകര്യം നേരത്തെ ഇനി അങ്ങോട്ട് നമ്മുടെ പ്രൊഫഷണൽ കളികൾ പ്രൊഫഷണൽ ഷൂട്ടിങ് ഡാമേജ് എന്നാന്ന് വെച്ചാൽ കണ്ടെയ്നറിൻ്റെ അകത്തൂടെ അടിച്ചത് ഉറപ്പ കണ്ടെയ്നറിൻ്റെ അകത്തൂടെ അടിച്ചതെന്ന് അപ്പോൾ ഞാൻ കണ്ടെയ്നറിൻ്റെ പുറകോട്ട് മാറിയപ്പോൾ തന്നെ അടിച്ച് ഇത് ഹെൽത്ത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് അടിച്ചിട്ട് ഏറ്റവും മെസ്സേജാണെങ്കിൽ ചിലപ്പം പണി അവിടെ എങ്ങനെ ഇത് വരുന്നുണ്ട് ചെന്ന് നോക്കാം കമ്പാക്ക് അടിക്കാം അവിടെ എങ്ങനെയുണ്ടെന്നാണ് ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ട്. ഓ നൈസ് അടിച്ചുണ്ട്. റിവൈവ് നമ്മുടെ 4ാമത്തെ നമ്പർ ഇവിടെ ഉണ്ട്. ഒന്ന് ഇത്രയേ ഉള്ളു. കയറി അടിക്കുക കൈസ 27 അടിച്ചു. വേറെ എടുക്കണുണ്ടാകും അവിടെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളു. തല അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എൻ്റെ നമ്മൾ വെച്ച് കമ്പാക്ക് PG ഗുറാറെന്ന് പറഞ്ഞൊരു ആളാണ് കയറിയിട്ടുള്ളത്. രസം കൊടുത്തേക്കാം. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കൊടുക്കാൻ. ഓ എന്നെ കണ്ടാൽ ഈ വീഡിയോസ് വരുന്നില്ല. എനിമല്ലേ രണ്ട് നിങ്ങളുടെ ഉള്ളൂ. ഞാനടിച്ച് ലാസ്റ്റ് എനിമി എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നോക്കാം. ട്രിബിൾടെ കിട്ടാനുണ്ടോ? എടുത്ത് നോക്കാം. പൊളിച്ചൊളിച്ച് വലിയ പണിയാണ്. എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ബിഗ് കംബാക്ക് സെക്കൻഡ് സ്റ്റേജിലായിട്ടുണ്ട്. 2-3 ഗോഡ് ക്ലാസിക്കോ നമ്മളാണ് ഗൈസ് ഇതായിട്ടുള്ള MVP ആയിട്ടുള്ള ട്രിപ്പിൾ ടേക്കാണ് ഗൈസ്. ഒരാളുടെ ഫിനിഷ് ചെയ്യണം. ബട്ട് ഗൈസ് നമ്മൾ ഫിനിഷ് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് കേസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കളിയോടെ ജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇതൊക്കെ ഭയങ്കര ലാസ്റ്റ് ആണ്. നോക്കാം ഈ കളി നമ്മൾ ജയിക്കുക നമുക്ക് നോക്കാം. പറഞ്ഞ എന്താ പ്രൊഫഷണൽ കളി. ആ കളിയിൽ നമ്മൾ ഗോഡ്സ് എക്സ് ആണ്. നമ്മുടെ ടീം ഫുള്ള് ഗോഡ്സ് എക്സ്. അപ്പുറത്ത് ആരുമില്ല. 22 സാവൂർ എന്ത് കളിയായിരുന്നു. 22 സാവർ ഒന്നുമല്ല ഗൈസ്. നമുക്ക് 22 സാവർ ഒന്നുമല്ല. നമ്മളടിച്ചിട്ട് 22 സാവറിനൊക്കെ ഈ ഷറിങ്ക സെറ്റ് എനിമയൊന്നും കാണുന്നില്ലല്ലോ. ഓ 2 എനിമയുണ്ട്. 2 എനിമയുണ്ട്. ഓ അത്രേ ഉള്ളു.
അപ്പോൾ ഫസ്റ്റ് ഡാം ആവില്ല. വേണ്ടി ഓൾറെഡി ഇട്ടാക്കില്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ വേറെ ഏതോ ഒരു ലാക്സ്മാൻ എന്ന് പറഞ്ഞ ഒരു പ്ലെയറാണ് MVP ആയിട്ടുള്ളത്. ഗൈസ് നമ്മൾ ഇത് മാത്രം മതി. നമുക്ക് ശരങ്കൻ തന്നെയാണ്. അപ്പോൾ പോയ ഓടാം. ലാക്സ്മാൻ എന്താണ് ഇതാണ്. നമുക്കങ്ങ് റഷ് ചെയ്യാം കേസ്. ഇനി നമുക്ക് ഒറ്റ ഒരു പോയിന്റിനാണ് കളിക്കുന്നത്. ഇനിയുണ്ട് കേസ്. ഷറിങ്കനാണോ അത്? അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് നമ്മുടെ ഏഴാമത്തെ എന്തോ ബൂയസ്ട്രീക്കാണ് കഴിച്ചത്. ഏഴാമത്തെ അല്ലേ കളിച്ച് ഇത്രേ ഉള്ളു. ഏഴാമത്തെ ബൂയസ്ട്രീക്കാണ് നമ്മുടെ ഇത്. എല്ലാം ക്ലെയിം ചെയ്യുന്നൊക്കെ ക്ലെയിം ചെയ്യാൻ വന്നില്ല. അപ്പോൾ എല്ലാത്തിനെയും കാണിക്കാനായിട്ട് അതിനകത്ത് നമ്മുടെ മറ്റേ അനിപനസ്റ്റയുടെ എന്തോ ബാക്ക് പാക്കിന് സ്കിന്ന് എന്തോ എല്ലാം പറയുന്നത് ബൂയപ്പാസിനകത്ത് ഇതിനകത്തുള്ള എന്തെങ്കിലും അതൊന്ന് ക്ലെയിം ചെയ്തിട്ടുള്ളൂ. കുറച്ചാളെ ഇത് കയറിയിട്ടാണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എത്ര കളിക്കുന്ന ഷെയർ ചെയ്യുക. അപ്പോൾ സബ് ആൻഡ് ലൈക്ക് ഷെയർ. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക.